അപ്പം ഇത് കണ്ട നമ്മുടെ മിനിയേച്ചർ വീട്. ഞാൻ ഇവിടെ ചെടിയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കിളി വന്നിട്ട് ഒരു കൂടുണ്ടാക്കി അതിൽ 3 മുട്ടയിട്ട് പറന്നു പോയിട്ടുണ്ട്. എന്തായാലും അത് അവിടെ ഇരിക്കട്ടെ. ഇത് കണ്ടോ, അപ്പോഴേക്കും നമ്മുടെ മിന്നു കുളത്തിലുണ്ടല്ലോ. മീൻ കുളത്തിട്ട് ഇരിക്കുന്നുണ്ട്. കുറേ നേരമായി ഇരിക്കാൻ തുടങ്ങിയിട്ട്. മീൻ കിട്ടുമെന്ന് നമുക്കൊന്ന് നോക്കാം. ഇത് പരിപ്പാണ്. ഞാൻ ഇന്ന് പരിപ്പ് വടയാണ് ഉണ്ടാക്കാൻ പോണത്. ഇനി ഞാൻ വെള്ളം ഒഴിച്ച് വെക്കുകയാണ് പരിപ്പ് വടയിൽ. നമുക്ക് വെള്ളം വെച്ചിട്ട് കുതിർക്കാൻ വയ്ക്കാം. ജസ്റ്റ് ഞാൻ കൈ കൊണ്ട് ഇളക്കി. പിന്നെ ഇത് കണ്ടോ, ഇതിൽ ഞാൻ പരിപ്പും ഇഞ്ചിയും അതുപോലെ തന്നെ കറിവേപ്പിലയും ഉപയോഗിക്കുന്നുണ്ട്. നമുക്കിതിൽ അരച്ചെടുക്കാം. ഉപ്പും തുള്ളി ഇടുന്നുണ്ട്. പിന്നെ എൻ്റെ കുഞ്ഞ് മിനി കിച്ചൻ്റെ മിക്സിയിൽ അരയ്ക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ ഉള്ളി പോയിട്ട് അരച്ചിട്ട് വരാം. നമുക്ക് അപ്പോൾ അരച്ചിട്ട് വരാം. ഇത് കണ്ടോ എൻ്റെ മിനിയേച്ചർ കിച്ചണിൻ്റെ മിനി അടുപ്പ്. അപ്പം ഞാൻ ഇതൊക്കെ അരച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ തീയൊക്കെ ഒന്ന് കത്തിക്കണം. കണ്ടോ, നന്നായിട്ട് അരച്ച് ഉപ്പ് തുള്ളിയിട്ട് അരച്ച് വന്നിട്ടുണ്ട്. അപ്പം ഇതാ തീയൊക്കെ ഇങ്ങനെ കത്തി വരുമ്പോൾ നമ്മൾ കയ്യിലേക്ക് ചീഞ്ചട്ടി ഇറക്കി വയ്ക്കാം. എന്നിട്ട് അതിലേക്ക് ചീഞ്ചട്ടി ചൂടാവുമ്പോൾ ഓയിൽ പറഞ്ഞു കൊടുക്കണം. ചീഞ്ചട്ടി ചൂടായി വന്നിട്ട് കണ്ട എൻ്റെ ഓയിൽ കുപ്പി. ഇതാണ് എൻ്റെ ഓയിൽ ഒഴിക്കുന്ന കുപ്പി. ഇനി നമുക്കത് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് കൂടുതൽ എടുക്കുന്നുണ്ട്. അത്രയ്ക്ക് കൂടുതലല്ല. എൻ്റെ കൈ പൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ അടുപ്പ്. അതുകൊണ്ട് ഞാൻ തന്നെയാണ് ഇതൊക്കെ മറിച്ചിടുന്നതും. എണ്ണ ചൂടായി വരട്ടെ. കുറേ ടിപ്പ് 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 ശബ്ദം കേൾക്കണ്ട. അതെന്താണെന്നറിയില്ല. എന്തായാലും നമുക്ക് കണ്ടോ ഇത് പോലെ ഇരിക്കാൻ ഞാൻ ഇത്തിരി കൂടുതലെടുക്കുന്നുണ്ട്. മിന്നു കുറേ എന്നിട്ട് ഇങ്ങനെ പോയി കിളിക്കൂടിൽ മുകളിൽ കയറി ഇരുന്നു. ഇങ്ങനെ കുറേ നേരം ഇരിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോഴേക്കും നമ്മുടെ കൈയൊക്കെ ഒന്ന് കഴുകിയെടുക്കാം. 2 കൈയും ഞാൻ തലക്കാരം ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഇത്തിരി ഒന്ന് ഇട്ട് നോക്കാം. എണ്ണ തളിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. അത് നന്നായി ബോൾഡാക്കിയതിന് ശേഷം നമ്മൾ കയ്യിൽ വെച്ച് ജസ്റ്റ് ഒന്ന് പരത്തിയതിന് ശേഷം 10 ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇത് മുരിയാൻ വരണം. അത്രയ്ക്ക് മുരിയേണ്ട ആവശ്യമൊന്നുമില്ല. എന്തായാലും മുരിഞ്ഞ് കിട്ടണം. ഇതായി ഞാൻ ജസ്റ്റ് ഒന്ന് മറച്ചിട്ടിട്ടുണ്ട്. അപ്പുറഭാഗവും വേവാൻ വേണ്ടിയിട്ടാണ്. ഇപ്പുറഭാഗം അപ്പോഴേക്കും നല്ലതായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഓക്കെ, ഇത് നന്നായി അപ്പുറഭാഗം വെന്തെന്ന് വന്നെന്ന് തോന്നുന്നു. ഇനി നമുക്ക് അപ്പുറം അങ്ങനെ മറിച്ച് ഒരു പരിവായിട്ടുണ്ട്. ഇനി നമ്മുടെ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അത് പ്ലേറ്റിലേക്ക് മാറ്റിയപ്പോൾ തന്നെ രണ്ടാമതൊന്നും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് അതും മൊരിയിച്ചെടുക്കാം. മൊരിഞ്ഞങ്ങനെ പരന്ന് വരുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടോ, നമ്മുടെ ഉഴുന്ന് വര പരിപ്പ് വട റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ മയോണൈസിൽ മുക്കി ഒന്ന് കഴിച്ച് നോക്കാം. സൂപ്പറായിട്ടുണ്ട്. കറുമുറും ടേസ്റ്റും ഉണ്ട് കേട്ടോ. സൂപ്പർ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും തരണേ. ബൈ. അടുത്ത വീഡിയോയിൽ കാണാം.